ഒരേ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആർക്കാണ് മടുപ്പ് വരാത്തത് അല്ലേ? അപ്പോൾ ഈ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അതിനെടുത്തിരിക്കുന്നത് കടലയാണ്. കടല തലേ ദിവസം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി പിറ്റേ ദിവസം നമുക്ക് കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വാട്ടുകപ്പ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. മഴക്കാലത്തേക്ക് വേണ്ടുന്നത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യാറുള്ളത്. അതിന് കുറച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മുടെ കടലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പ് തയ്യാറാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ വേണം, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. അപ്പം നമ്മുടെ വാട്ടുകപ്പയും കടലയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതാ. നമ്മൾക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കുക. നല്ല പോലെ ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒരു 2-3 പിടി തേങ്ങയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ താളിപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വളരെ സിമ്പിൾ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ വാട്ടുകപ്പ ഇതുപോലെ ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു വാട്ടുകപ്പ കടല ബ്രേക്ക്ഫാസ്റ്റാണ്. വാട്ടുകപ്പ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിലൊക്കെ നല്ല വിലയാണ് വാട്ടുകപ്പയ്ക്ക്. നമുക്ക് ഒരു 5-6 കിലോ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വാട്ടുകപ്പ. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.